നമസ്കാരം, ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഫ്യൂച്ചർ എനർജി എന്താണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സ് ആണ്. രണ്ടാമത്തെ കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ കാർഡ് 10 ഓഫ് സ്വാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. ഈ ഏസ് ഓഫ് കപ്സ് ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു. നിങ്ങളുടെ സ്നേഹത്തിൽ പുതിയ സന്തോഷം അല്ലെങ്കിൽ പുതിയ സാധ്യതകൾ എന്നിവയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ പുതിയൊരു പരസ്പരം കൂടുതൽ അടുക്കാനുള്ളൊരു അവസരം ഉണ്ടാകുന്നു എന്നാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു സ്ഥിരതയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതൽ ദൃഢതയുണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടാകുന്നു എന്നാണ്. അല്ലെങ്കിൽ എന്താ പറയുക, കൂടുതൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് സ്വാർഡ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഒരു അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾക്ക് ഈ അവസ്ഥയിൽ നിന്ന് ഇനി താഴോട്ട് പോകാനില്ല. അപ്പോൾ ഇനി ഒരു പുതിയ തുടക്കം, പുതിയ ഒരു അതിലേക്ക് പോവുക എന്നതാണ് പറയുന്നത്. നമ്മൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടിൻ്റെ ഒരു ഘട്ടം അവസാനിച്ചു എന്നാണ് കാണിക്കുന്നത്. ഒരു കാര്യത്തിൽ ഒരു പൂർണ്ണമായ അവസാനം അല്ലെങ്കിൽ ഒരു വിശ്വാസവഞ്ചന അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് അതെല്ലാം കടന്നു വന്ന് അതിനുശേഷം ഒരു പുതിയ തുടക്കം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും വേദനയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അവസാനിക്കുകയും പുതിയൊരു ബന്ധം അല്ലെങ്കിൽ ഇതിൽ തന്നെ പുതിയൊരു അധ്യായം ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ഈ അവസാനത്തിന് ശേഷം മാത്രമേ നമുക്ക് പുതിയ വളർച്ച സാധ്യമാവൂ. ഈ 3 കാർഡുകൾ ഒരുമിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം ഒരു പ്രധാന മാറ്റത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവസാനിക്കുകയും അതിലൂടെ പുതിയ സ്നേഹവും പുതിയ സന്തോഷവും നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകുന്നു. ഇത് ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. അവിടെ പഴയത് അവസാനിച്ചു, എന്നിട്ട് പുതിയത് കൂടുതൽ ദൃഢമായ ഒന്ന് നമുക്ക് പിറവിയെടുക്കും ചെയ്യും എന്നാണ് ഈ 3 കാർഡുകൾ നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങളുടെ അനുഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ മുഴുവൻ കണ്ടതിന് താങ്ക് യു.